എന്നെ ബഹുമാനിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രായം കൂടുതലുള്ളവരെ കണ്ടാല് ഒന്ന് എഴുന്നേക്കണം. അതൊരു മര്യാദയാ. അത്രേ ഉള്ളൂ. കുട്ടി എനിക്ക് പരിചയമുണ്ടല്ലോ. ഞാൻ SP ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസറാ. ഈ നിൽക്കുന്ന മൈഥിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ACP മാഡമാ എന്നെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല. അതെന്താ പുറത്തിറങ്ങാത്തത്? നാട്ടുകാരെ പേടിയാണോ? അതല്ല. പക്ഷേ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയെന്നറിയില്ല. എന്താ പേര്? മുംതാസ്. മുംതാസ്. മുംതാസ് മുംതാസിനെ പറ്റി ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ മുംതാസ് അല്ല, അത് ഷാജഹാന്റെ. ഓ, അത് ഷാജഹാന്റെ മുംതാസ്. അപ്പൊ കുട്ടിയോ? ഞാൻ വെറും മുംതാസ്. വെറും മുംതാസ്. വെറും മുംതാസ്. ശരി സാർ. നിന്റെ പേരെന്താണെന്നാ പറഞ്ഞത്? വൈശാഖ്. വൈശാഖ്. നിന്നെ ജാമ്യത്തിലെടുക്കാനൊന്നും ഒരുത്തനും ഇങ്ങോട്ട് വന്നിട്ടില്ല. അത്രയ്ക്കും നല്ലതായിരിക്കും നിന്റെ സ്വഭാവം. നിന്നെ ഇവിടെ പിടിച്ചിട്ട് ഇതൊരു വലിയ കേസാക്കി മാറ്റാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നിന്റെ ഭാവി നശിപ്പിക്കാനും പോലീസിന് താല്പര്യമില്ല. അതിനൊന്നും ഞങ്ങൾക്ക് സമയവുമില്ല. എന്താടാ കലിപ്പിച്ചു നോക്കുന്നത്? ഒന്നുമില്ല സാറേ. എടാ, നീ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ? നല്ല ആരോഗ്യമുണ്ടല്ലോ. നിനക്ക് മാന്യമായി ജീവിച്ചൂടെ? നിനക്ക് വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയുണ്ട് സാർ. എന്തിനാടാ ജന്മം തന്ന മാതാപിതാക്കൾക്ക് തലവേദന ഉണ്ടാക്കി ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധനായി ജീവിക്കുന്നത്? ഇതൊരു വാണിങ്ങാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ആ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കരുത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അതല്ല നിയമത്തെ വെല്ലുവിളിച്ച് ഇതുപോലെയൊക്കെ മുന്നോട്ട് പോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഇടിച്ച് നിന്റെ നട്ടലൊടിച്ച് കളയും ഞാൻ. പറഞ്ഞേക്കാം. എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ? സാർ വാ. ഹലോ. പഴയതുപോലെ വരുന്ന ചെറിയ ചെറിയ ഓർഡറുകൾ അനുസരിച്ചല്ല ഇനി നമ്മൾ ഇവിടെ സാരികൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബൾക്കായി സാരികൾ ചെയ്തു കൊടുക്കാൻ പോവുകയാണ് അപ്സരാസിന് വേണ്ടി. അപ്പോ ഒത്തിരി സ്റ്റാഫുകൾ വേണം. നമ്മുടെ പഴയ സ്റ്റാഫുകളെ എല്ലാം വിളിക്കുന്നുണ്ട്. ശാലിനിയും വരണം. ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഓക്കെ, ശരി. കൈമളേട്ടാ, പണ്ടത്തെ പോലെ വീണ്ടും ഞാൻ വലിയ തിരക്കുള്ളവളായി മാറിയിരിക്കെ. തിരക്കുണ്ടാവുന്നൊക്കെ നല്ലത് തന്നെ, പ്രത്യേകിച്ചും പ്രായമായി വരുമ്പോ. ഇരുന്നു പോയ പോക്ക. ഈ ബിസിനസ് കോൺട്രാക്ട് ഏറ്റെടുത്തത് എന്തുകൊണ്ട് നന്നായി. ചെമ്പകമംഗലത്ത് ഒരു പുതിയ ഉണർവ് വന്നതുപോലെയായി കൈമളേട്ട. നേരത്തെ പിരിഞ്ഞു നിന്ന സ്റ്റാഫുകളിൽ നിന്ന് ഒരു 25 പേരെ ഞാനിങ്ങ് തിരിച്ചെടുക്കുക. വർക്ക് ലോഡ് അനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. പുതിയ മെഷീൻസ് ഒക്കെ വേണം. അതിനൊക്കെ ഞാൻ ഓർഡർ കൊടുത്തു. പണം കുറെ ചെലവായി. ചെലവാവട്ടെ, തിരിച്ചു കിട്ടുന്നതല്ലേ. കൈമളേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാനെന്ത് പ്രത്യേകിച്ച് മിണ്ടാനാ? ഇതൊക്കെ ബിസിനസ് അല്ലേ, നടക്കട്ടെ. കൈമളേട്ടന്റെ ഈ മറുപടിയിലുണ്ട് ഇതിനോടുള്ള അനിഷ്ടം. ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. ഞാനൊരു നേരം ഗോതമ്പാ കഴിക്കുന്നത്. ആ വ്യത്യാസം കാണും. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അകൽച്ച
മരുമകളിപ്പോ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് വെറും മരുമകളാ, നിനക്കങ്ങനല്ല, മകളാ. മകൾ, അത് മറക്കരുത്. കൈമളേട്ട, ഞാൻ പറയുന്നത് അമ്മേ, നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാഫുകളെല്ലാം വിളിച്ച് വിവരം അറിയിച്ചോ? ചിലരോടുകൂടി പറയാനുണ്ട് മോളെ. ദിവസങ്ങൾ ഈ അടുക്കുക, എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യണം. എനിക്ക് പഴയതുപോലെ ഇതിനൊന്നും അങ്ങനെ ഓടി നടക്കാനൊന്നും പറ്റില്ല. വയ്യ, അത് തന്നെയാ. പിന്നെ ദേ, നിന്നെ ഒരാളെ കണ്ടിട്ടാ ഞാനിത് ഏറ്റെടുത്തത്. നീ തന്നെ എല്ലാം ചെയ്യണം. നിന്നെ ഞാനിതിന്റെ ചുമതലകളെല്ലാം ഏൽപ്പിക്കുക. അമ്മ എന്ത് ഉത്തരവാദിത്തങ്ങൾ തന്നാലും ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ അമ്മയൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ശരി അമ്മേ. അച്ഛൻ എന്താ ഇങ്ങനെ മുനിയെ പോലിരിക്കുന്നേ? ആ, കാട് കയറാൻ പോവുക, വയസ്സായില്ലേ. ഇതെല്ലാം കൂടെ നീ ഇവളെ ഏൽപ്പിക്കാൻ പോവാണോ? അല്ല, ഇവളെ ഏൽപ്പിച്ച എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാ, ഈയിടെയായിട്ട് അവൾ ഒന്നിനൊരു താല്പര്യം കാണിക്കാൻ നടന്നവളാ ഇപ്പോ ഇതിൽ അമിത താല്പര്യം കാണിക്കുന്നുണ്ട്. അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? കൈമളേട്ടനല്ലെങ്കിലും എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. എന്തായാലും അവള് നമ്മുടെ മകള് തന്നെയാ, അത് മറക്കണ്ട. ഹലോ. ആ, ഹലോ, ഇത് ഞാന് ചെമ്പകമംഗലത്തുനിന്ന് സാവിത്രി. മനസ്സിലായി മാഡം. മാഡം പറയൂ. അതെ, നമ്മുടെ ബിസിനസ് ഡീല് ഒന്ന് സ്പീഡാക്കണം. എനിക്ക് ഫണ്ടിന് ആവശ്യമുണ്ട്. സ്പീഡാക്കാലോ മാഡം, എനിക്കെന്താ കുഴപ്പം? ഷൺമുഖൻ സാറിന് ഇനി ഇങ്ങോട്ട് വരുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. ആ ടെക്സ്റ്റൈൽ മുതലാളിയായിട്ടുള്ള വരവ് കാലക്കി. ഇനി ഏത് നിമിഷവും ഇവിടെ വരാം, കച്ചവടം ഉറപ്പിക്കാം. പാവം അമ്മ ഇതെല്ലാം വിശ്വസിച്ച് ബിസിനസിന് വേണ്ടി കാശെല്ലാം വാരി ചെലവാക്കുക. സ്വർണ്ണമാൽ കച്ചവടത്തിന് വേണ്ടി ഷൺമുഖൻ സാറ് പ്ലാൻ ചെയ്തൊരു തരികിടയാണ് ഈ ടെക്സ്റ്റൈൽ ബിസിനസ് എന്ന് അമ്മയ്ക്കറിയില്ലല്ലോ. അത് നമുക്ക് ശരിയാക്കാം. അതിനു മുമ്പ് എനിക്ക് ആ വാളൊന്ന് കാണണമല്ലോ മാഡം. ആ, അതെ, അമ്മയോട് ബിസിനസ് ഡീറ്റെയിൽസ് സംസാരിക്കാൻ വേണ്ടി ഒരു വരവ് കൂടി വരൂ. അപ്പൊ സ്വർണ്ണമാള് കാണാം. ഓക്കെ, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഉടനെ തന്നെ എത്താം. അതെ, 100 കോടി മതിപ്പ് വില വരുന്ന വാളാ. വിലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത്. ആദ്യം വാളൊന്ന് ഞാൻ കാണട്ടെ. ശരി, വേഗം വരൂ. ശരി. ഇല്ലില്ല, ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. ആ, ചെറിയൊരു അത്യാവശ്യമായിട്ട് പോകുന്നതാ. ഈ സമയത്ത് ഇവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റും? ആ അതെ, ആ അതെ, ആ എന്തായാലും എനിക്ക് കൂടുതൽ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ, ബിസിനസ് ആവശ്യങ്ങളൊക്കെ ഒരുപാടില്ലേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഏട്ടൻ അങ്ങോട്ട് പോവും. അത് ശരി, അത് സാരമില്ലെന്നേ, നമുക്ക് കാണാം. എന്നെ വിളിച്ചാ മതി. ശരി ശരി. ആ, ആരത്? വീരനായകൻ വൈശാഖോ? നീ ഇതെവിടെയായിരുന്നു? ഇന്ദ്രേച്ചി അറിഞ്ഞിട്ടും വെറുതെ അറിയാത്ത പോലെ നടിക്കല്ലേ. ആ, ഞാനൊന്നും അറിഞ്ഞില്ലടാ. ഞാൻ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, വെളുക്കുന്നത് വരെ ലോക്കപ്പിലും. ആ, അതാരോ പറയുന്ന കേട്ടു. പിന്നെ ഞാൻ ഇന്നലെ നല്ല തിരക്കിലായിരുന്നേ, അതുകൊണ്ട് വിശദമായിട്ടൊന്നും അന്വേഷിക്കാൻ മെനക്കെട്ടില്ല.
വെളുക്കും വരെ ഞാൻ ആ ലോക്കപ്പിൽ കിടന്നിട്ടും ഒരുത്തം പോലും എന്നെ തിരക്കാനോ ജാമ്യത്തിലിറക്കാനോ വന്നില്ല. എടാ, ആർക്കും അതിനൊന്നും സമയമില്ല. വിലപ്പെട്ട സമയം ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കളയോ? ഓ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചത് അതെന്താ ഇന്ദ്രേച്ചി മറന്നുപോയോ? അയ്യോ, നീ എനിക്ക് വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്തു ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഇന്ദ്രേച്ചി, ഞാൻ എന്റെ കാശ് മേടിച്ചോണ്ട് പോയി എന്നല്ലാതെ എനിക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തോ? ഇന്ദ്രേച്ചി, ഞാൻ പറയട്ടെടാ, കൊറേ നാള് 100 കോടി മതിപ്പ് വിലയുള്ള മരതകവാള് കൊണ്ടുവരാന്നും പറഞ്ഞു നടന്നു. ഒടുവില് 10,000 രൂപ പോലും വിലയില്ലാത്ത ഒരു ചെമ്പ് വാള് കൊണ്ടുവന്ന് എന്നെ പറ്റിച്ചു. അത് ആ മൈതിൽ എനിക്ക് പണി തന്നതല്ലേ? അതൊക്കെ ഇന്ദ്രേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ദേ, നീ അധികം വാചകം അടിക്കാതെ പോയി ആ കുഞ്ഞിനെ കൊണ്ടുവാടാ, എന്നിട്ട് സംസാരിക്കേ. ആ കുഞ്ഞിനെ തിരക്കി പോയപ്പോഴാ ഞാൻ ചെന്ന് പോലീസിന്റെ വായി പോയി പെട്ടത്. കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നീ തന്നെ രക്ഷപ്പെട്ടേക്കണം. കണ്ട പോലീസ് സ്റ്റേഷനൊന്നും കേറി ഇറങ്ങാനേ മാധവ മന്ദിരത്തിൽ ഇന്ദ്രജയെ കിട്ടില്ല. എനിക്ക് എന്റേതായ ഒരു അന്തസ്സുണ്ട്. ഓ, ഇപ്പൊ ഞാൻ മൊത്തത്തിൽ കുഴപ്പക്കാരനായി. നീ കുഴപ്പങ്ങളെ ചെയ്യൂ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ നിന്റെ കള്ളുകൂടി ഒന്ന് കൺട്രോൾ ചെയ്യേ. നീ അത് ചെയ്തില്ല. ഞാൻ ഇന്നലെ കള്ളൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു ഇന്ദ്രേച്ചി. നീ കള്ള് കുടിച്ചാലും ഇല്ലെങ്കിലും നീ കണ്ടവന്റെ കഴുത്തേ കയറും. അതാ നിന്റെ സ്വഭാവം. ഇന്ദ്രേച്ചി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയോ? പിന്നെ ഞാൻ നിന്നെ എപ്പോഴും സ്തുതിച്ചോണ്ടിരിക്കണോ? നീ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെല്ലാം നിന്റെ കൂടെ കൂട്ടു നിൽക്കണോ? ആ മൈതിലിയുടെ കയ്യിലാ കുഞ്ഞ്. ഞാൻ അവളെ തിരക്കി പോയത് തെറ്റെന്നാണോ ഇപ്പൊ ഇന്ദ്രേച്ചി പറയുന്നത്? തെരുവിലിട്ട് പെണ്ണുങ്ങളെ ആക്രമിക്കാൻ നോക്കിയാലേ അതൊന്നും കേരളത്തിൽ നടപ്പാവില്ല. എടാ, കുഞ്ഞിനെ കണ്ടെത്താൻ ഇത്തരം നടപടികളൊന്നും അല്ല ചെയ്യേണ്ടത്. കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല എന്ന് കരുതിയല്ലേ ഇന്ദ്രേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞിനെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് മുഴക്കടാ ഇത്തരം വീരവാദങ്ങൾ. ഇന്ദ്രേച്ചി നോക്കിക്കോ, ആ കുഞ്ഞിനെ മൈതിലിയുടെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ഇന്ദ്രേച്ചിക്ക് കൊണ്ടുതരും. ഇനി കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടാൻ നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാ നിന്നെ ഇറക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരാതിരുന്നത്. ഇന്ദ്രേച്ചി പറയേ. സഹിറ ഓഫീസിലാണോ? അല്ല, പുറത്താണ്. പിന്നെ ഞാൻ വിളിച്ചതേ മൈഥിലിയുടെ കുഞ്ഞിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാനാ. ഇതുവരെയൊന്നും അറിഞ്ഞിട്ടില്ല ഇന്ദ്രേച്ചി. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിവരം പറയാം. ശരി സഹിറ. ശരി. ആ മൈഥിലി ഞാനും തമ്മിലുള്ള അംഗം പർദ്ദ കണ്ടായിരുന്നോ? കണ്ടു. അവള് വെറും ലോ ക്ലാസ്സാ. തറ. ഞാൻ മനഃപൂർവ്വം അവക്കിട്ട് വേല വെച്ചതാ. ചില മനുഷ്യരുടെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് തല്ലാൻ തോന്നും. ഇവള് പക്ഷെ തല്ലാനല്ല കൊല്ലാനാ തോന്നുന്നത്. ഇന്നലെ ഈ പർദ്ദ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ മാഡം, ഞാൻ ഏൽപ്പിച്ച ജോലി വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ അതിന്റെ അന്വേഷണത്തിലല്ലേ മാഡം. ആ കുഞ്ഞിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം ആ മൈഥിലിയിൽ നിന്ന് കിട്ടിയോ? അതറിയാനാ ഞാൻ വിളിച്ചത്. അത് അന്വേഷിച്ചോണ്ടിരിക്കാം മാഡം. ശരിക്കുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല. വഴക്കുണ്ടാക്കാനല്ലല്ലോ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിട്ടത്. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് എവിടെയാണെന്ന് തിരക്കി കണ്ടുപിടിച്ചിരിക്കണം. അതാ നിങ്ങളുടെ ഡ്യൂട്ടി. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാഡം. ശരി. ഓക്കെ, താങ്ക് യു മാഡം. അവരുടെ വക അങ്ങനൊരു ഫയറിംഗ്. എന്തിന്റെ അന്വേഷണത്തിന് വേണ്ടിയാ മാഡം ഇവിടെ വന്നിരിക്കുന്നത്? ചുമ്മാ. അതിനവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? അവളെ ലോക ഉടായിപ്പാ. ഇവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല.
ജഗദീഷ് ചേട്ടൻ ഒരു ടെൻഷൻ പോലെ. ടെൻഷൻ പോലെയല്ല, ടെൻഷൻ തന്നെയാ. ആ, എന്തിനാ ഇത്ര അസ്വസ്ഥത എന്നായിരിക്കും നീ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. അതെനിക്കറിയാം. കാരണം നിനക്കൊന്നും ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ലല്ലോ. ബന്ധങ്ങളുടെ വിലയൊക്കെ എനിക്ക് മനസ്സിലാവും. ആ പിന്നെ നല്ല ഒന്നാന്തരം വലിയ 2 മനുഷ്യരുടെ മകളല്ലേ നീ. ഒരാങ്ങളെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്ന ഒരു മുതല്. സ്വന്തം പെങ്ങളോടുള്ള സ്നേഹം മൂത്ത് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കയറി ആ കുടുംബം അലങ്കോലമാക്കിയ മഹാൻ. ഇതൊക്കെ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ ജഗദീഷ് ചേട്ടാ? എടീ, എത്ര തവണ പറഞ്ഞെന്ന് പറഞ്ഞാലും കുടുംബത്തിനേറ്റ മാനക്കെടുന്ന് മാറുകയല്ല. എനിക്ക് അവരെന്റെ സ്വന്തം ഏട്ടത്തിമേ മകളുവാ. ഏട്ടന്റെ മകൾ എനിക്ക് എന്റെ സ്വന്തം മകള് തന്നെയാ. എന്റെ അശ്വിനെ അതിഥിയം പോലെ. ഈ വീട്ടിലുള്ളവർക്കൊക്കെ സെൻസ് ഇല്ലാതെ പോയതാ എന്റെ സംശയം. മതിയായ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത് ഒരു കാരണമില്ലാതെ ആ കൊച്ചിനെ അവിടെ ഇറക്കി വിട്ടത്. അങ്ങനെ ഇറക്കി വിട്ടൊന്നുമല്ല, അഹങ്കാരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങി പോയതാ. തന്നിഷ്ടം. ഇങ്ങനെ തന്റെ ഒന്നും ആർക്കും പാടില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു വഴക്കിട്ടാലും അമ്മ അവളുടെ മുത്തശ്ശിയല്ലേ? എടീ, നീ ഈ കാര്യത്തിൽ എന്റെ അമ്മയെ ന്യായീകരിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഈ വീട് വിട്ടിറങ്ങിപ്പോയ 2 പേരും നിന്റെ നമ്പർ 1 ശത്രുക്കളാ അല്ലേ? അവരെന്റെ ശത്രുക്കളാണെന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുന്നതാ. ഞാൻ അമ്മയുടെ ഭാഗം ചേർന്ന് പറഞ്ഞത് അമ്മയുടെ ഭാഗത്ത് ന്യായമുള്ളോണ്ടാ. പ്രായമായിട്ട് വരുന്നോണ്ടായിരിക്കും. അമ്മയുടെ തിരിച്ചറിവുകൾ പലതും തെറ്റാ. എന്തായാലും അവര് 2 പേരും ഇനി തിരിച്ചു വരൂല എന്നുള്ള കാര്യം ഉറപ്പാ. സത്യത്തിൽ ഞാനും ജഗദീഷ് ചേട്ടനൊക്കെ സന്തോഷിക്കാ വേണ്ടത്. അവര് 2 പേരും ഇവിടുന്ന് പോയതോടെ ഇവിടുത്തെ സ്വത്തുക്കളുടെ വലിയൊരു ഭാഗം നമുക്കും നമ്മുടെ പിള്ളേർക്കുമായിട്ട് ഇങ്ങോട്ട് പോരില്ലേ? പിന്നെ വസ്തുക്കളെ 2ആയിട്ട് ഭാഗിച്ചാ പോരെ? എടീ, അയ്യോ, ജഗദീഷ് ചേട്ടാ, ആടിയോടാ. സ്വത്ത് 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 അല്ലേ? എന്താ കാണിക്കുന്നേ? തല്ലി തല്ലി ഞാൻ തന്നെ നാണം കെട്ട്. നീയൊക്കെ എന്തൊരു ജന്മമാണടി. ഞാൻ മനസ്സിലുള്ളത് അറിയാതെ പറഞ്ഞു പോയതാ. എടീ, നിന്റെയൊക്കെ മനസ്സിലുള്ളത് ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ചെമ്പകമംഗലത്തുള്ളവര് മുഴുവൻ ചത്ത് തൊലയണം, ഈ ഞാൻ ഉൾപ്പെടെ. എന്നിട്ട് എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കണം. അതാണ് ആഗ്രഹം. അയ്യോ, ഉറങ്ങിക്കിടക്കുമ്പോ കുത്തി കൊന്നുകളയോന്ന് എന്റെ പേടി. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും വലിയൊരു ശിക്ഷ നീ എനിക്ക് തന്നത്? ജഗദീഷ് ചേട്ടാ, ശരി ശരി, പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ആ ശരി ശരി, ഓക്കെ. ഓ, ചോദിക്കുന്നതുകൊണ്ട് എന്നോട് വിരോധവും തോന്നരുത്. ഒരു കാര്യം എനിക്കറിയാനുണ്ട്. കൈമളേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒരുമാതിരി അന്യരെ പോലെ. പ്രിയപ്പെട്ടവരൊക്കെ അന്യരാകുന്നത് ഇവിടെ വളരെ പെട്ടെന്നാണല്ലോ. ദേ, ഈ കുത്തും കോമയൊക്കെ വെച്ച് സംസാരിക്കാതെ കാര്യം പറ കൈമളേട്ടാ. അല്ല, നീ മീനാക്ഷി കൊച്ചിനെയും നന്ദിനിയും പൂർണ്ണമായിട്ടങ്ങ് മറന്നോ? ഞാൻ അവരെ മറന്നല്ലോ, അവരെന്നെ മറന്നതല്ലേ. അവര് തലമറന്ന് എണ്ണ നിൽക്കുന്നവരൊന്നുമല്ല. നീ പല പ്രാവശ്യം വളരെ മോശമായി ഇൻസൾട്ട് ചെയ്തപ്പോ ഗത്യന്തരമില്ലാതെ ആ കൊച്ചെങ്ങോട്ടും ഇറങ്ങിപ്പോയി. പെരുവഴിയിൽ അനാഥമായ മകളെ സംരക്ഷിക്കാൻ മകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ അമ്മയും കൂടെ പോയി. ഇനി നീ പറ, അവര് കാണിച്ചത് തെറ്റാണോ? മകളായാലും മരുമകളായാലും തോന്നിയാസം കാണിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അവിടെ തോന്നിവാസത്തിൽ ഇറങ്ങിപ്പോയതല്ല, നിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മീനാക്ഷി ഇറങ്ങിപ്പോയിരിക്കുന്നത്. എനിക്ക് 100% ഉറച്ച വിശ്വാസമുണ്ട് മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് മടങ്ങി വരും. കുഞ്ഞുമായി മടങ്ങി വന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ലല്ലോ. പിന്നെ ഈ ചെമ്പകമംഗലത്തിന് വെളിച്ചം തല്ലിക്കെടുത്തിയത് അവളാ, ആ മീനാക്ഷി. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റണം. എന്നാലേ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റൂ. നീ പറഞ്ഞു വരുന്നത് അത് തന്നെ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്.
ഒരാൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല